ത്തിന്റെ പേരെന്താ? ഋഗ്വേദം. ഈ 4 വേദങ്ങളൂടെ നൽകുന്നതായിരിക്കുന്ന 4 വാക്യങ്ങളുണ്ട്. അതിനെയാണ് മഹാവാക്യം എന്ന് പറയുക. എന്തെന്ന് പറയുക? മഹാവാക്യങ്ങൾ എന്ന് പറയുക. അതിൽ ആദ്യത്തെ വേദമാണ് ഋഗ്വേദം. ലോകത്താദ്യമായി എഴുതപ്പെട്ട, ശ്രദ്ധിച്ചു കേട്ടോണം, PSC ക്വസ്റ്റ്യൻ അടക്കം വരുന്നതാണ്. ലോകത്താദ്യമായി എഴുതപ്പെട്ട, ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഋഗ്വേദം എന്ന് പറയുക. ഋഗ്വേദത്തിന്റെ സാരത്തിനെ അല്ലെങ്കിൽ ഋഗ്വേദത്തിന്റെ മഹാവാക്യത്തിനെ പറയുന്ന പേരാണ് പ്രജ്ഞാനം ബ്രഹ്മ. എന്തെന്നാ പറയുക? പ്രജ്ഞാനം ബ്രഹ്മ. എല്ലാവരും ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ബ്രഹ്മ. ഈ മതം മാറ്റാൻ വരുന്നവരോട് ഇതൊക്കെ പറയണം. ഇത് കേൾക്കുമ്പോൾ ഒന്നും അർത്ഥം അറിയത്തില്ല, പേടിച്ചെങ്കിലും പോകുള്ളൂ. പ്രജ്ഞാനം ബ്രഹ്മ. ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താ? വിസ്ഡം, അറിവ്, ബോധം, ആത്മജ്ഞാനം. എന്താ ഈ പ്രജ്ഞാനം എന്ന് പറയുക? പ്രജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും ഈ സമഷ്ടി ചരാചരത്തിലും എല്ലാ ചരാചരത്തിനും അറിവുണ്ട്. ഒന്നിനും അറിവില്ലാത്തതായിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിരിയാറായിരിക്കുന്ന കോഴിമുട്ടയും വിരിയാറായിരിക്കുന്ന ഒരു താറാമുട്ടയും ഇത് കൊണ്ടുപോയി നമ്മളൊരു ജലാശയത്തിന്റെ അടുത്ത് വെച്ചുകൊണ്ട് കരുതുക. ഈ താറാമുട്ട വിരിയുമ്പോൾ താറാവിന് വെള്ളം കാണുമ്പോൾ ഇഷ്ടം വരുവോ ഭയം വരുവോ? ഇഷ്ടം വരും. കോഴിക്കുഞ്ഞിനോ വെള്ളം കാണുമ്പോഴോ ഭയം ഉണ്ടാവും, ഇല്ലേ? ഈ കോഴിക്കുഞ്ഞിനോടോ താറാവ് കുഞ്ഞിനോടോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, താറാവെ നിനക്ക് വെള്ളം അനുപേക്ഷണീയമാണെന്നും കോഴിയോട് പറഞ്ഞിട്ടുണ്ടോ, നിനക്ക് പാടില്ല എന്നും? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. അതേപോലെ സമസ്ത ചരാചരങ്ങൾക്കുമുണ്ട്. പ്രസവിച്ച് വീഴുന്നതായിരിക്കുന്ന പൈക്കുട്ടിക്ക് അമ്മ പശുവിന്റെ അകിട് കാണിച്ചു കൊടുക്കണോ? വേണ്ട, പശുക്കുട്ടിക്ക് അറിയാം കൃത്യമായിട്ട്. അതേപോലെ സമസ്ത മനുഷ്യർക്കുമുണ്ട്, സമസ്ത ചരാചരങ്ങൾക്കുമുണ്ട് അറിവ്. ഈ ലോകത്തിൽ നമ്മൾ നേടിയ അറിവ് എന്ന് പറയുന്നത് ഒന്നുമല്ല. നമ്മൾ അറിയാനുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഒന്നും നേടിയിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. നമ്മളെല്ലാം അറിഞ്ഞു, നമ്മളെല്ലാം മനസ്സിലാക്കി എന്ന്, അന്നാണ് നമ്മൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢിയാവുന്നത്. നമ്മൾ ഒന്നും മനസ്സിലായില്ല, ഒന്നും നമ്മൾ അറിഞ്ഞില്ല എന്ന് നമുക്ക് എന്ന് ബോധ്യം വരുന്നോ, അന്നാണ് നമ്മൾ ആരാവാൻ തുടങ്ങുന്നത്? വിവരമുള്ളവനായിട്ട്, ബുദ്ധിയുള്ള